ഹായ് ഹലോ പ്ലേ നമ്മളിന്ന് എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ഉള്ളൊരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പോൾ എവിടെയാണ് കേട്ടോ. എല്ലാവരും വരും, ഞാൻ കാണിച്ചു തരാം. നല്ല മഴയാണ്, മഴ ഇങ്ങനെ ചാറി 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 നിൽക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? ഇന്നലെ വന്നത് കേട്ടോ, ഇന്നലെ വന്നിട്ട് നല്ല നൈറ്റിൽ ഇവിടെ ആയിരുന്നു. നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇന്നലെ എന്താ പറയുക ഇവിടെയൊക്കെ ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ല. ഇവിടെ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ ഇവിടെ ടെറഫുണ്ട്, എന്താ പറയുക എൻജോയ് ചെയ്യാനിതാ ഒന്ന് ടെറഫ്. ഇതുണ്ടോ പ്രകൃതിയുടെ എന്താ പറയുക നല്ലൊരു അടിപൊളി വൈബ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെന്താ, ഈ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മായാലോകം തന്നെയാണ് ഇവിടെ. ഇന്ന് നമ്മളിവിടെയാണ്, ഇന്നൊരു ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകും കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റിസോർട്ട് ആൻഡ് ഫാം. കുട്ടികൾക്കുള്ളത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ കുതിര റൈഡിങ് ഉണ്ട് കേട്ടോ. കുതിര റൈഡിങ് എന്ന് പറയുമ്പോൾ ഇതാ കുതിരനെ കാണിച്ചു തരാം. കുതിര നമ്മൾ കയറാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതാ ബാ കണ്ടോ. എനിക്ക് പേടിയാണ്. ബാ 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 ബാ. ഓന് നമ്മളെ പേടിയാ തോന്നുന്നു, അവിടെ നീങ്ങിപ്പോയി. പിന്നെ അതാ കുട്ടികൾക്കുള്ളത് കാണിച്ചു തരാം. കുഞ്ഞു മക്കൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇതാ മക്കളെ കൊണ്ട് വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇതാ കുട്ടികൾക്ക് സ്ലൈഡർ, കണ്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ മഴ ആയതുകൊണ്ട് പകൽ ഇങ്ങോട്ട് എന്താ പറയുക ഇറങ്ങി നടക്കാൻ പറ്റാത്ത, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ ഒരു ഹാളാണ്. ഇവിടെ ഞങ്ങൾ ഇന്നലെ
ആൾക്കാർ വന്നാലും ഇപ്പം നമുക്കിവിടെ എത്ര ആളുകൾ വന്നാലും അവർക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഇതാണ് നമ്മുടെ എന്താ പറയുക വാണിയമ്പലം മരുതുങ്ങൽ കസവേ പാരഡൈസ്. നമ്പർ ഞാൻ കൊടുക്കട്ടോ, അതിൽ വിളിച്ച് നോക്കിയാൽ മതി. ഈ ഒരു മഴയത്തും ഒക്കെ നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഒന്ന് നിൽക്കാനൊക്കെ ആഗ്രഹം ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ലല്ലേ. മക്കളൊക്കെ കൊണ്ടുവന്നാൽ ഒരു ബോറടി ഇല്ല കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. ഇവിടെ ഉണ്ട് ഫുഡൊക്കെ, നമുക്ക് എന്താ വേണ്ടത് വെച്ചെങ്കിൽ അതൊക്കെ ഉണ്ട്. പിന്നെ സ്വിമ്മിങ് പൂള് നമുക്ക് കാണിച്ചു തന്നെ ഇല്ല. അവിടെ പൂച്ചകൾ ഉണ്ട് കേട്ടോ. അവിടെ പിന്നെന്താ പറയുക, ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് ഞാൻ വാണിയമ്പലം മരുതുങ്ങൽ കസവേ പാരഡൈസ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും ഇതെന്താണെന്നുള്ളത്. അങ്ങോട്ടൊന്ന് നോക്കൂ. അതിലങ്ങനെ പോയാൽ അവിടെയാണ് നമ്മളെ ഈ റെസ്റ്റോറൻറ്റ് കിടക്കുന്നത്. റെസ്റ്റോറൻറ്റ് അവിടെയാണ്. അങ്ങോട്ട് നീണ്ട് അതിലങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്താ പറയുക, ഒരു മായാലോകം തന്നെയാണ്. ഉണ്ടോ? അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇട്ടത്. നമ്മൾ മലപ്പുറം ജില്ലയിലാണ്. പിന്നെ കസവേ പാരഡൈസ് നമ്പർ ഞാൻ കൊടുക്കട്ടോ. ഇത് നമ്മളിപ്പോൾ ഇനി പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് എന്താ പറയുക, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി പാർക്കിങ് സൗകര്യം ഇവിടെയാണ് കേട്ടോ. നമ്മൾ വരുന്ന വണ്ടികൾ നിർത്താൻ ഇപ്പോൾ അതാ ഇതിലെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴി ഇതാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴി കേട്ടോ. അപ്പോൾ അവിടെ കണ്ടോ, റെസ്റ്റോറൻറ്റിൻ്റെ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത്. നൈറ്റിലാണ് ഇവിടെ കാണാൻ നല്ല ഭംഗി. നൈറ്റിൽ ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാൻ. ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തതാണ്. നമ്മുടെ ചാനലിലുണ്ട് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ടോ. എന്താ നമുക്കിവിടെ ഇരിക്കാനുള്ള ഹട്ടുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ.
ഇത് എന്താ പറയുക, അവിടെയാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. അവിടെ നിസ്കാര റൂം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ മരുതുങ്ങൾ, വാണിയമ്പലം മരുതുങ്ങൾ കസവ പാരഡൈസ് കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് അതിൽ ഇതിലേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകാനുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ പ്രത്യേകം ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഭക്ഷണം കഴിക്കാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഞങ്ങളിവിടെ തലേന്ന് വന്നതായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വിരുന്ന് വന്നതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഉച്ചയ്ക്ക് ആയപ്പോൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഒന്ന് പിന്നെ ടറഫ് കണ്ടപ്പോൾ ഒന്ന് ബോൾ കളിക്കാൻ തോന്നി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എനിക്ക് ഇട്ട് തന്നതാണ്. മഴച്ചാറലുണ്ട്. അപ്പോൾ രാവിലെ കളിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് വൈകുന്നേരം ഡ്രസ്സൊക്കെ മാറ്റി മേലെഴുകലൊക്കെ കഴിഞ്ഞ് നൈറ്റിയാണ് ഇട്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. നല്ല മഴയും നല്ല അടിപൊളിയാണ്. ഞാൻ അതിൻ്റെ നമ്പറും കാര്യങ്ങളും കോൺടാക്ട് നമ്പർ ഇവിടെ താഴെ കൊടുക്കട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും നിങ്ങളൊന്ന് വന്ന് നോക്കാണി. അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്ന് ഒരു ദിവസം താമസിക്കാൻ. ഒരു ഫാമിലിക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിരിക്കണം. അങ്ങനെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ വിരുന്ന് വന്നതുപോലെ തന്നെ നല്ല അടിപൊളി, എന്താ പറയുക, പറയാൻ വാക്കുകളില്ല കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ തിരിച്ചു പോരുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് നോക്കുക നിങ്ങൾ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിരുന്നു വരുന്നത്. എല്ലാവർക്കും ടാറ്റാ.